JK റോയൽ ക്രൂസിന്റെ ഈ ഹൗസ് ബോട്ടിൽ നിന്നും മറ്റ് ചെറിയ ചെറിയ ബോട്ടുകളിൽ കയറ്റിയാണ് മൺട്രോ തുരുത്തിലും സാമ്പ്രാണിക്കൊടിയിലും അവർ ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങളുടെ ഈ ചെറിയ ബോട്ട് ആദ്യം പോയത് മൺട്രോ തുരുത്തിലേക്കാണ്. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ തന്നെ കായലിന്റെ മധ്യഭാഗത്ത് അവിടെയായി കണ്ടൽ ചെടികൾ കുറ്റിക്കാടുകളായി നിപ്പുണ്ടായിരുന്നു. ചെറിയ ബോട്ടിന് കടന്നു പോകാൻ പറ്റുന്ന വഴികളിലൂടെയെല്ലാം അവർ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഈ ബോട്ട് പോലെ തന്നെ പല ബോട്ടുകളും ചെറിയ ചെറിയ വഴികളിലൂടെ പോകുന്നുണ്ട്. ഇതുപോലെ കണ്ടൽ ചെടിയോട് ചേർത്ത് ബോട്ട് നിർത്തി ചിലരൊക്കെ അതിനിടയിലും കയറുന്നുണ്ട്. അങ്ങനെ ചെറിയ വഴികളിലൂടെ പോകുമ്പോൾ കണ്ടൽക്കാടുകൾ ബോട്ടോട് ചേർന്ന് ഇരുവശവും വരുന്നത് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ചില ചെറിയ വള്ളങ്ങളൊക്കെ ഇതിനേക്കാൾ ഇടുങ്ങിയ വഴികളിലൂടെ ആളുകളെ ഇരുത്തി പോകുന്നുണ്ട്. കായലിൻ്റെ കുറച്ച് ഭാഗത്ത് കരയോട് ചേർന്നാണെന്ന് തോന്നുന്നു കരിമീനും കൊഞ്ചും ഒക്കെ നെറ്റ് കെട്ടി ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ചയൂണിനുള്ള സമയമായപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് തന്നെ പോയി. ഊണിനായിട്ട് കരിമീൻ ഫ്രൈയും ചിക്കൻ കറിയും അവിയലും തോരനും അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഊണ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഐസ്ക്രീമും കട്ട് ഫ്രൂട്ട്സും കൊണ്ടുവന്നത്. അതും കഴിച്ച് കിച്ചണിലോട്ട് നോക്കിയപ്പോൾ അവിടെ ചായക്കുള്ള പഴംപൊരി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളെ വീണ്ടും ചെറിയ ബോട്ടിൽ കയറ്റി സാമ്പ്രാണിക്കൊടിയിലോട്ട് വിട്ടു. ഇതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടിക്കായലിൻ്റെ മധ്യത്താണ് ഇതുപോലൊരു ഐലൻഡ് ഉള്ളത്. കായലിൻ്റെ മധ്യത്ത് മുട്ടപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഐലൻഡിൻ്റെ പ്രത്യേകത. ഇവിടെ കാണുന്ന മരങ്ങളിലൊക്കെ ആൾക്കാർക്ക് കയറിയിരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒത്തിരി ആളുകൾ ഇവിടെ വള്ളത്തിൽ കച്ചവടം നടത്തുന്നുണ്ട്. ഉപ്പിലിട്ട സാധനങ്ങളും മിഠായിയും കപ്പലണ്ടിയും കപ്പയും കക്കയിറച്ചിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. വെക്കേഷൻ സമയങ്ങളിലൊക്കെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഞങ്ങളും ഈ വെള്ളത്തിൽ ഇറങ്ങിയെങ്കിലും ഈ വെള്ളം എത്രത്തോളം ഹൈജീനിക് ആണെന്ന് അറിയില്ല. എന്തു തന്നെ ആയാലും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് പോയി ചായയും പഴംപൊരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നത് പോലെ തന്നെ അവരൊരു കേക്ക് കട്ടിങ് നടത്തിയിരുന്നു. അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ദേശീയഗാനം പാടി യാത്ര അവസാനിപ്പിച്ചിട്ടാണ് തിരിച്ച് ബോട്ട് ജെട്ടിയിലോട്ട് പോയത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഈ യാത്ര.